ഫ്ലവേഴ്സിൽ തന്നെ തുലിപ്സിനൊരു പ്രത്യേക ഭംഗിയല്ലേ കാണാൻ. അപ്പം ഇന്ന് നമ്മൾ ക്ലേ വെച്ചിട്ട് ആ തുലിപ്സ് ഫ്ലവറാണ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ പിങ്ക് ആൻഡ് റോസ് അതാണെന്ന് തോന്നുന്നു. ആ 2 കളർ ക്ലേ ആണ്. പിന്നെ നമുക്ക് ഗ്രീൻ കളർ ക്ലേ വേണം. പിന്നെ അതുപോലൊരു ടൂളില്ലേ, ഒരു നൈഫ് വടിക്കുന്ന അതും കൂടെ വേണം. അതിനുശേഷം നമുക്ക് 2 കളർ ക്ലേയും യൂസ് ചെയ്തിട്ട് ഇതുപോലൊരു മുട്ടില്ലേ, പൂവിൻ്റെ മുട്ട് പോലത്തെ ഒരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാം. പിന്നീട് നമ്മൾ ഈ ടൂൾ യൂസ് ചെയ്തിട്ട് അതിന് നടുക്കൂടെ ഇതുപോലെ വരയിട്ട് കൊടുക്കാം. അങ്ങനെ ആ നൈഫ് ടൂൾ വെച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ തുലിപ്സ് ഫ്ലവേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിതെല്ലാം കൂടെ സെറ്റ് ചെയ്യുന്നത് ഒരു കാർഡ്ബോർഡ് പീസിലാണ്. ആൻഡ് നമ്മുടെ ഫ്ലവേഴ്സ് ഒക്കെ ചെയ്തെടുത്തിട്ട് നമുക്കിതെല്ലാം ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കാം. ഇപ്പോൾ തന്നെ കാണാൻ ഒരു രസമില്ലേ. പിന്നെ നമുക്ക് ഗ്രീൻ കളർ ക്ലേ യൂസ് ചെയ്ത് ഇതിൻ്റെ സ്റ്റെമ്മും അതുപോലെ തന്നെ ലീഫും ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിതെല്ലാം ആ കാർഡ്ബോർഡിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഗ്ലൂ തേച്ച് ഒട്ടിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മളിതെല്ലാം കാർഡ്ബോർഡിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ലീഫും കൂടി ഇതിൽ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് കളർ ക്ലേ വേണം. അത് വെച്ചിട്ട് ചെറിയ ചെറിയ ഡോട്ട്സ് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫ്ലവർ ഉണ്ടാക്കുന്ന പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് വോളിൽ ഹാങ് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ ത്രെഡോ എന്തെങ്കിലും ഇതിൻ്റെ ബാഗിൽ ഒട്ടിച്ച് കൊടുക്കാം. ഇതിൻ്റെ ബോർഡറൊക്കെ ഒന്ന് സെറ്റാക്കി എന്തെങ്കിലും റൈറ്റിങ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു വോൾ ഡെക്കോറിന് പകരം ഒരു ക്യൂട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഗിഫ്റ്റായിട്ട് നമുക്കിത് യൂസ് ആക്കാൻ പറ്റും. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കളക്ടഡ് വീഡിയോ. മറ്റേ തുലിപ്സും ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.